ഓണമൊക്കെ ഇങ്ങ് അടുത്തില്ലേ? ഇനി ഓണസദ്യക്കുള്ള റെസിപ്പികൾ നമുക്കിടാവേ. ഇന്ന് ഞാൻ സദ്യയുടെ കൂടെ കഴിക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയാണേ. ഇതിൻ്റെ പൊടി ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൺചട്ടി ചൂടായപ്പോഴത്തേക്ക് ഞാൻ ഒരു നെല്ലിക്ക മുഴുപ്പി പുളിയെടുത്ത് കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2 കപ്പ് വെള്ളവും ചേർത്ത് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ എരിക്ക് വേണ്ടിയിട്ട് 2-3 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഒരു 5-6 ചുളയുണ്ട്, പിന്നെ 2 തക്കാളി കൊത്തി അരിഞ്ഞത്. ഇതും ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയേ ചേർക്കുന്നുള്ളൂ. രസപ്പൊടിക്ക് നല്ല മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം ചേർത്ത് ഒരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇത് നല്ല വെന്തുടയണം. ആ തക്കാളിയൊക്കെ വെന്തുടഞ്ഞാൽ മാത്രമേ രസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ചെറിയ തീ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നല്ലോണം വേകും കേട്ടോ. ഇനി രസം നല്ല തിളച്ച് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച രസത്തിൻ്റെ കൂട്ടില്ലേ, അതൊരു 3 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളത്തിൽ ഇളക്കരുത് കേട്ടോ, പച്ചവെള്ളം തന്നെ ചേർക്കണം. എന്നിട്ട് ഇളക്കി എടുത്തതിന് ശേഷം വേണം രസത്തിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാൻ, അല്ലെ കട്ട കെട്ടിപ്പോവും കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന രസം 6 കപ്പ. അതിനാവശ്യത്തിനുള്ള ഒരു 3 ടീസ്പൂൺ പൗഡർ മതി കേട്ടോ. നിങ്ങൾക്ക് എരിയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. ഞാൻ ഈ പൗഡറിലെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അറിയാത്തവരതൊന്ന് കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കണേ. ഇനിയിപ്പം നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്താൽ അടച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ രസമൊക്കെ വെന്തിട്ടുണ്ടാവും. ആ പാകമാകുമ്പോഴത്തേക്ക് നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. വളരെ സിമ്പിളായിട്ട് ഓണത്തിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു രസമാണ്. നല്ല ടേസ്റ്റാണ്. ഇത് വഴട്ടണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു രസമാണ്. നമ്മളെന്നും വീട്ടിൽ രസം വെക്കുമ്പോഴത്തേക്കൊന്ന് വഴട്ടിയെടുത്തൊക്കെയല്ലേ വെക്കുന്നത് എണ്ണയ്ക്കകത്ത്. അങ്ങനൊന്നും വേണ്ട. ഇതെല്ലാം നമ്മൾ നേരിട്ടിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടി ഉണ്ടാക്കിയ സമയത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, പച്ചച്ചവയൊന്നും വരികയില്ല. ഇപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന രസപ്പൊടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം മാത്രം ചേർക്കരുത്, പച്ചവെള്ളത്തിൽ തന്നെ കലക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പുളിയും ഉപ്പും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം. ഈ പാകമാകുമ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കുറച്ചുകൂടി ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇനി വേറെ പൊടിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മല്ലിയിലയൊക്കെ എത്ര വേണേലും ചേർക്കാം. പിന്നെ ഒരു താളിപ്പും കൂടിയുള്ളൂ. നമ്മുടെ രസം ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവേ. ഇതിപ്പോൾ സദ്യയ്ക്ക് മാത്രമല്ല, സാധാരണ ചോറുണ്ണുന്ന സമയത്തൊക്കെ ഈ രസം നല്ലതാണ് കഴിക്കാൻ. കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വായുവിനൊക്കെ നല്ലതല്ലേ രസം. പിന്നെ മൺചട്ടി വേഗം ചൂടാവൂലേ, അതുകൊണ്ട് അധിക നേരം ഗ്യാസിലൊന്നും വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് വറ്റിപ്പോവും. രസം കുറച്ച് നീളത്തിൽ ഇരുന്നാൽ മാത്രമല്ലേ നമുക്ക് കുടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇനി ലാസ്റ്റ് ചേരുവാന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മല്ലിയിലയാണ്. അതൊരു പിടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ വേണേലും മല്ലിയില ഇടാം. രസത്തിന് നല്ല രുചി കിട്ടും മല്ലിയില കൂടുതൽ ഇട്ടാലേ. ഇപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിപ്പ് മാത്രമേ ഉള്ളേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിക്കകത്ത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, അതൊന്നും വേണ്ട, നിർബന്ധമുള്ളവർ മാത്രം ചേർത്ത് വെച്ചാൽ മതിയേ. പിന്നെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനം ചേർത്തതിന് ശേഷം ഞാനൊരു കുറച്ച് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആ എണ്ണയൊന്ന് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. നമ്മൾ വഴട്ടാതെ വെക്കുന്ന രസമല്ലേ. ഇനി ഇത് നല്ല മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ രസത്തിലോട്ട് ഒഴിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ വേഗത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന രസമാണ് ഇത്. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. ഇത് കുറേ ദിവസം ഒരിക്കൽ അഴുക്കായൊന്നും പോവുകയില്ല. രസം അഴുക്കായി പോകാതിരിക്കാൻ ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാവേ. ഇത് ഡെയിലി വൈകുന്നേരം ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. കുറേ ഏറെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളും, വളിച്ചൊന്നും പോവുകയില്ല. ഇപ്പം താളിപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല കുടിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. ഓണസദ്യക്ക് ഇങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി സദ്യയ്ക്ക് വേണ്ടിയ ഓരോ റെസിപ്പിയും ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ.
ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.